വരുമാന സ്റ്റേറ്റ്മെന്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് വിശദീകരണം. ഒരു വരുമാന സ്റ്റേറ്റ്മെന്റ് എന്നത് ഒരു നിശ്ചിത കാലയളവിൽ, ഉദാഹരണത്തിന് ഒരു മാസം, ഒരു പാദം, ഒരു വർഷം, ഒരു ബിസിനസിന്റെ സാമ്പത്തിക പ്രകടനം കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ലാഭവും നഷ്ടവും കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് P&L സ്റ്റേറ്റ്മെന്റ് എന്നും പറയാറുണ്ട്. ഒരു വരുമാന സ്റ്റേറ്റ്മെന്റിൽ പ്രധാനമായും താഴെ പറയുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്നു. 1. വരുമാനം, റവന്യൂ സെയിൽസ്. ഒരു ബിസിനസ് അതിന്റെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിറ്റ് നേടുന്ന മൊത്തം തുകയാണിത്. ഇതാണ് വരുമാന സ്റ്റേറ്റ്മെന്റിലെ ആദ്യത്തെ ഇനം. ഉദാഹരണം, ഒരു വസ്ത്രക്കട ഒരു മാസത്തിൽ വിറ്റ വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച മൊത്തം തുക. 2. വിറ്റ സാധനങ്ങളുടെ വില, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് COGS. വിറ്റ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ നേരിട്ട് ചെലവായ തുകയാണിത്. അസംസ്കൃത വസ്തുക്കളുടെ വില, ഉൽപ്പാദന തൊഴിലാളികളുടെ കൂലി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഉദാഹരണം, വസ്ത്രക്കട വിറ്റ വസ്ത്രങ്ങൾ വാങ്ങാൻ ചെലവായ തുക. 3. മൊത്തലാഭം, ഗ്രോസ് പ്രോഫിറ്റ്. വരുമാനത്തിൽ നിന്ന് വിറ്റ സാധനങ്ങളുടെ വില കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് മൊത്തലാഭം. സൂത്രവാക്യം: മൊത്തലാഭം സമം വരുമാനം, വിറ്റ സാധനങ്ങളുടെ വില. 4. പ്രവർത്തന ചെലവുകൾ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ബിസിനസ് ദൈനംദിനം പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ചെലവുകളാണിത്. ഇത് വിറ്റ സാധനങ്ങളുടെ വിലയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് വാടക, ശമ്പളം, ഭരണപരമായ ജോലിക്കാർക്ക്, വൈദ്യുതി ബിൽ, മാർക്കറ്റിംഗ് ചെലവുകൾ തുടങ്ങിയവ. ഉദാഹരണം, കടയുടെ വാടക, ജീവനക്കാരുടെ ശമ്പളം, വൈദ്യുതി ബിൽ, പരസ്യം ചെയ്യാനുള്ള ചെലവ്. 5. പ്രവർത്തന ലാഭം, ഓപ്പറേറ്റിംഗ് ഇൻകം EBIT ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. മൊത്തലാഭത്തിൽ നിന്ന് പ്രവർത്തന ചെലവുകൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന ലാഭമാണിത്. പലിശയും നികുതിയും കിഴിക്കുന്നതിന് മുൻപുള്ള ലാഭമാണിത്. സൂത്രവാക്യം: പ്രവർത്തന ലാഭം സമം മൊത്തലാഭം, പ്രവർത്തന ചെലവുകൾ. 6. പലിശ ചെലവുകൾ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ബിസിനസ് എടുത്ത ലോണുകൾക്ക് നൽകേണ്ട പലിശയാണിത്. 7. നികുതിക്ക് മുൻപുള്ള ലാഭം, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് PBT. പ്രവർത്തന ലാഭത്തിൽ നിന്ന് പലിശ ചെലവുകൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന ലാഭമാണിത്. നികുതി അടയ്ക്കുന്നതിന് മുൻപുള്ള ലാഭമാണിത്. സൂത്രവാക്യം: നികുതിക്ക് മുൻപുള്ള ലാഭം സമം പ്രവർത്തന ലാഭം, പലിശ ചെലവുകൾ. 8. നികുതി, ടാക്സ് എക്സ്പെൻസ്. ബിസിനസിന്റെ ലാഭത്തിന് സർക്കാർ ഈടാക്കുന്ന നികുതിയാണിത്. 9. അറ്റാദായം, നെറ്റ് ഇൻകം/നെറ്റ് പ്രോഫിറ്റ്. നികുതിക്ക് മുൻപുള്ള ലാഭത്തിൽ നിന്ന് നികുതി കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന അന്തിമ ലാഭമാണിത്. ഇതാണ് ഒരു നിശ്ചിത കാലയളവിൽ ബിസിനസ് യഥാർത്ഥത്തിൽ നേടിയ ലാഭം. സൂത്രവാക്യം: അറ്റാദായം സമം നികുതിക്ക് മുൻപുള്ള ലാഭം. നികുതി. വരുമാന സ്റ്റേറ്റ്മെന്റിന്റെ പ്രാധാന്യം. സാമ്പത്തിക പ്രകടനം വിലയിരുത്താൻ ഒരു ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഭാവി തീരുമാനങ്ങളെടുക്കാൻ, ചെലവുകൾ കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും എവിടെയെല്ലാം ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. നിക്ഷേപകരെയും കടം കൊടുക്കുന്നവരെയും ആകർഷിക്കാൻ, ഒരു ബിസിനസിന്റെ സാമ്പത്തിക ആരോഗ്യം മനസ്സിലാക്കാൻ നിക്ഷേപകർക്കും ബാങ്കുകൾക്കും ഇത് പ്രധാനമാണ്. ചുരുക്കത്തിൽ, ഒരു വരുമാന സ്റ്റേറ്റ്മെന്റ് ഒരു ബിസിനസിന്റെ ലാഭനഷ്ടക്കണക്ക് വ്യക്തമായി കാണിക്കുന്ന ഒരു നിർണായക സാമ്പത്തിക രേഖയാണ്.